നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ ആത്മീയ നേതാവായ ആയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പിൻഗാമിയെ തെരഞ്ഞെടുത്ത ഇറാന്റെ പരമോന്നത കൌൺസിൽ ഞായറാഴ്ച പുതിയ ഇറാന്റെ നേതാവിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും പേര് വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ പേര് വെളിപ്പെടുത്തിയാൽ അയാളെ വധിക്കാൻ സാധ്യതയുള്ളതിനാൽ പേര് രഹസ്യമാക്കി വയ്ക്കുകയായിരുന്നു. അതേസമയം അമേരിക്കയ്ക്കും ട്രംപിനും ഇഷ്ടമില്ലാത്ത ഒരാളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഇറാൻ സുപ്രീം കൌൺസിലിലെ ചിലർ വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ മുജ്തബ ഖമേനിയാണ് ഇറാനിലെ പുതിയ പരമോന്നത നേതാവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഖമേനിയുടെ പിൻഗാമിയെ തീരുമാനിച്ചതായി സ്ഥിരീകരിച്ചതിനു തൊട്ടു പിന്നാലെ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നവർ അദ്ദേഹത്തിന്റെ പേര് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതും കൂടുതൽ ആക്രമണങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നതും കാണിക്കുന്ന വീഡിയോകൾ പുറത്തുവന്നു. അതേസമയം ഖമേനിയെ തെരഞ്ഞെടുത്തതിനു പിന്നാലെ ടെഹ്റാനിൽ ശക്തമായ പ്രതിഷേധമുയർന്നതായി രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പറയുന്നു. മുസ്തബയുടെ നിയമനം പ്രഖ്യാപിച്ചതിനു തൊട്ടു പിന്നാലെ ടെഹ്റാനിലെ എക്ബദാൻ പരിസരത്തുള്ള വീടുകളുടെ ജനാലകളിലൂടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിച്ചുവെന്നാണ് റിപ്പോർട്ട്. മുസ്തബയ്ക്ക് മരണം എന്ന് പേർഷ്യൻ ഭാഷയിൽ വിളിക്കുന്ന 17 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ആയത്തുള്ള ഖമേനിയുടെ രണ്ടാമത്തെ മകനാണ് മുജ്തബ. പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള 88 അംഗ സമിതിയാണ് അദ്ദേഹത്തെ ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി പ്രഖ്യാപിച്ചത്. ടെഹ്റാൻ സമയം അർദ്ധരാത്രിയോടെയാണ് ഈ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഇസ്രയേലിന്റെ വധഭീഷണി നിലനിൽക്കെയാണ് പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. ഇറാൻ വിപ്ലവം നടക്കുമ്പോൾ 10 വയസ്സായിരുന്നു മുജ്തബയ്ക്ക് പ്രായം. മഹാബാദിൽ മതപഠന വിദ്യാർത്ഥിയായിരുന്നു അന്ന് മുജ്തബ. ഏതാണ്ട് 30 വയസ്സുവരെ ഇസ്ലാമിക് തിയോളജിയിൽ ഗഹനമായ പഠനം നടത്തിയിട്ടുണ്ട്. പിന്നീട് ഖൂമിൽ പുരോഹിതനായി. 2009 വരെയും മുജ്തബ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്നില്ല. ആ വർഷം നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകാലത്താണ് മുജ്തബയെക്കുറിച്ച് പുറം ലോകം അറിയുന്നത്. നജാദ് ആയിരുന്നു അക്കാലത്ത് പ്രസിഡന്റ്. നജാദിന് മുജ്തബയുടെ പിന്തുണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രക്ഷോഭം അടിച്ചമർത്താൻ മുജ്തബയും പങ്കുചേർന്നു എന്നാണ് കഥ. പ്രക്ഷോഭമില്ലായ്മ ചെയ്യാൻ IRGCയുടെ അർദ്ധസൈനിക വിഭാഗത്തിന്റെ നേതൃത്വത്തെ മുജ്തബ അണിയറയിൽ നയിച്ചുവെന്നും വാർത്തകളുണ്ടായിരുന്നു. പിന്നീട് നജാദ് തന്നെയും മുജ്തബയെ തള്ളിപ്പറയുകയും ചെയ്തു. ഇരുവരും രണ്ടു പക്ഷത്തായി എന്നത് മറ്റൊരു ചരിത്രം. 2019 US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. 2024 അസംബ്ലി ഓഫ് എക്സ്പേർട്സ് പുനഃസംഘടിപ്പിച്ചപ്പോൾ തന്നെ മുജ്തബയായിരിക്കും ഖമേനിയുടെ പിൻഗാമിയെന്ന് പലരും എഴുതി. എന്നാൽ ജീവിച്ചിരിക്കെ ഒരിക്കൽ പോലും ഖമേനി തന്റെ പിൻഗാമി ആര് എന്ന് പറഞ്ഞില്ല. കൊല്ലപ്പെട്ട മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ പേരും ഉയർന്നുകേട്ടിരുന്നു. 56-കാരനായ മുജ്തബ ഖമേനിക്കൊപ്പമായിരുന്നു കുടുംബസമേതം താമസിച്ചിരുന്നത്. ശനിയാഴ്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയുടെ ആദ്യ മണിക്കൂറിൽ തന്നെ ഖമേനിയുടെ കൊട്ടാരത്തിൽ മിസൈൽ പതിച്ചു. ഖമേനിക്കൊപ്പം കൊല്ലപ്പെട്ടവരിൽ മുജ്തബയുടെ ഭാര്യയും ഒരു കുട്ടിയുമുണ്ട്. ഈ സമയം മുജ്തബ കൊട്ടാരത്തിൽ ഇല്ലായിരുന്നു. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടാണ് മുജ്തബ ഇപ്പോൾ ഈ പദവിയിൽ എത്തുന്നത്. ഇത് പക്ഷേ ഇറാന്റെ ചരിത്രത്തിൽ പുതുമയുള്ള കാര്യമല്ല. ഖമേനി തന്നെയും ഇത്തരത്തിൽ രക്ഷപ്പെട്ട ജീവിതത്തിലേക്ക് വന്നയാളാണ്. പ്രസിഡന്റ് പദവിയിൽ എത്തുന്നതിന് മാസങ്ങൾക്ക് മുമ്പായിരുന്നു അത്. ടെഹ്റാനിലെ അബ്ദുൾ മസ്ജിദ് ഖുത്തുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പള്ളിയിൽ വൻ സ്ഫോടനമുണ്ടായത്. അപകടത്തിൽ അദ്ദേഹത്തിന്റെ വലതുകൈക്ക് ക്ഷതമേറ്റിരുന്നു. നിശ്ചലമായ ആ കൈയുമായാണ് ശിഷ്ടകാലം മുഴുവൻ ഖമേനി ജീവിച്ചത്. ഇതേസമയം മുജ്തബയുടെ നേതൃത്വം അംഗീകരിക്കില്ലെന്ന് ആവർത്തിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ അനുമതിയോ താൽപര്യമോ പരിഗണിക്കാതെയാണ് ഇറാൻ പുതിയ നേതാവിനെ തെരഞ്ഞെടുത്തതെന്നും അധിക നാൾ വാഴിക്കില്ലെന്നും ട്രംപ് ഭീഷണി മുഴക്കി. ഇറാനിലെ ഭരണ സംവിധാനം തന്നെ ഇല്ലാതാക്കുമെന്നും ആവശ്യമെങ്കിൽ കരസേനയെ അയക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഇറാനിയൻ ഭരണഘടന പ്രകാരം രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കാൻ അധികാരമുള്ളത് 88 അംഗ വിദഗ്ധ സമിതിക്കാണ്. ഈ സമിതിയിലെ എല്ലാവരെയും വേട്ടയാടുമെന്നും ഇസ്രയേൽ സൈന്യത്തിന്റെ ഭീഷണിയുണ്ട്. പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങളെയും ലക്ഷ്യം വയ്ക്കാൻ ഞങ്ങൾ മടിക്കില്ല. ഇതൊരു മുന്നറിയിപ്പാണ് എന്ന് ഇസ്രയേൽ സൈന്യം ഞായറാഴ്ച പേർഷ്യൻ ഭാഷയിൽ എക്സിൽ കുറിച്ചിരുന്നു. ടെഹ്റാൻ മുതൽ ഫ്രാങ്ക്ഫർട്ട് വരെയും നീളുന്ന ഒരു വലിയ സാമ്പത്തിക ശൃംഖലയാണ് മുജ്തബയ്ക്ക് പിന്നിലുള്ളത് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ലണ്ടനിലെ അതിസമ്പന്നർ താമസിക്കുന്ന ബില്യണയർ റോയിലെ കൊട്ടാര സദൃശമായ വീടുകൾ, യൂറോപ്പിലെ വമ്പൻ ഹോട്ടലുകൾ, ദുബായിലെ ആഡംബര വില്ലകൾ, ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനിക്ക് വിദേശ രാജ്യങ്ങളിൽ കോടികളുടെ ആസ്തിയുണ്ടെന്ന് ബ്ലൂംബർഗ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മുജ്തബ ഖമേനിക്ക് പടിഞ്ഞാറൻ ലണ്ടനിൽ ഇസ്രയേൽ എംബസിക്ക് മുന്നിലായി 2 ആഡംബര അപ്പാർട്ടുകൾ സ്വന്തമായി ഉണ്ടെന്ന റിപ്പോർട്ട് പുറത്തുവന്നു. ഇത് ബ്രിട്ടീഷ് തലസ്ഥാനത്ത് പുതിയ സുരക്ഷാ ആശങ്കയ്ക്ക് വഴിതെളിയിച്ചിരിക്കുകയാണ്.
തന്റെ സഹായികളുടെ പേരിലാണ് വില കൂടിയ കെൻസിംഗ്ടൺ അപ്പാർട്ട്മെന്റുകൾ മുസ്തഫ ഖമനേയി സ്വന്തമാക്കിയിരിക്കുന്നത്. കെൻസിംഗ്ടൺ കൊട്ടാരത്തിനടുത്തുള്ള കെട്ടിടത്തിലെ 6ാം നിലയിലും 7ാം നിലയിലുമാണ് ഈ അപ്പാർട്ട്മെന്റുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇവയ്ക്ക് 50 മില്യൺ പൗണ്ടിലധികം വില വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ലണ്ടനിൽ ഏറ്റവും കൂടുതൽ സുരക്ഷാ സന്നാഹങ്ങളുള്ള ഇസ്രയേൽ എംബസി സ്ഥിതി ചെയ്യുന്നതിനടുത്താണ് ഈ സൗധങ്ങൾ എന്നതാണ് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. കെട്ടിടത്തിന്റെ താഴെ നിലയിൽ ജോലിക്കാർക്കായുള്ള ക്വാർട്ടേഴ്സുമുണ്ട്. 1 വർഷം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിൽ ബ്ലൂംബെർഗ് ആണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. 2014 മുതൽ ഖമനേയിക്ക് ഈ അപ്പാർട്ട്മെന്റുകൾ സ്വന്തമാണെന്നാണ് അവർ പുറത്തുവിടുന്ന വിവരം. ഇതുകൂടാതെ മറ്റു പല കെട്ടിടങ്ങളും ബ്രിട്ടനിൽ ഖമനേയിക്ക് സ്വന്തമായുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഹാംസ്റ്റഡ്സിലെ ശതകോടീശ്വരന്മാരുടെ വഴി എന്നറിയപ്പെടുന്ന ബിഷപ്സ് അവന്യൂവിൽ 11 ആഡംബര സൗധങ്ങൾ ഒരു ബിനാമിയുടെയും ഐൽ ഓഫ് ഒമാനിൽ മേൽവിലാസമുള്ള ഒരു ഷെൽ കമ്പനിയുടെയും സഹായത്തോടെ ഖമനേയി വാങ്ങിയിട്ടുണ്ടെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ലക്ഷക്കണക്കിന് പൗണ്ട് മൂല്യം വരുന്ന വസ്തുവകകളാണ് ഈ മതപുരോഹിതൻ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് എന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇറാനെതിരെയുള്ള ഉപരോധം ചെറുക്കുന്നതിന് രൂപീകരിച്ച ഓയിൽ പ്രോഗ്രാം വഴിയാണ് ഇതിനുള്ള ധനം സമാഹരിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ ഇസ്രയേൽ എംബസിക്ക് മുന്നിലുള്ള അപ്പാർട്ട്മെന്റുകളാണ് സുരക്ഷാ ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ഇസ്രയേൽ എംബസിയിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായി ഇവിടം ഉപയോഗപ്പെടുത്തിയേക്കാം. ഇതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുന്ന മുന്നറിയിപ്പ്. ഇറാൻ ചാരസംഘടനയ്ക്കായി ചാരപ്രവൃത്തി ചെയ്യുന്നു എന്ന് സംശയിച്ച് വടക്കൻ ലണ്ടനിൽ 4 ഇറാനിയൻ വംശജർ അറസ്റ്റിലായതിനെ തുടർന്നാണ് ഈ ആശങ്ക കൂടുതൽ ശക്തമായത്. അറസ്റ്റിലായ ഇറാനിയൻ പൗരനും ഇറാനിയൻ പൗരത്വമുള്ള 3 ബ്രിട്ടീഷ് പൗരന്മാരും ജൂതന്മാർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലും ചില വ്യക്തികളുടെ മേലും നിരീക്ഷണം നടത്തിവരികയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത്. ലണ്ടനിൽ ജൂതപ്പള്ളികൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ നിരീക്ഷണം നടത്തിയിരുന്നു ഇവർ. ഈ ആരാധനാലയങ്ങളിൽ എത്തിയിരുന്ന വിശ്വാസികളെയും സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു. ഇവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തതിന് വടക്കു പടിഞ്ഞാറൻ ലണ്ടനിലെ ഹാരോയിൽ നിന്ന് മറ്റ് 6 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു. ഇസ്രയേലി എംബസിയുടെയും ബ്രിട്ടനിലെ ജൂത സമൂഹത്തിന്റെയും പ്രവൃത്തികൾ നിരീക്ഷിക്കുന്നതിനുള്ള കേന്ദ്രമായി കെൻസിംഗ്ടൺ അപ്പാർട്ട്മെന്റുകൾ മാറിയേക്കാം എന്നാണ് സുരക്ഷാ വിദഗ്ധർ പറയുന്നത്. എംബസിയുമായി 50 മീറ്ററിൽ താഴെ ദൂരത്തിലാണ് ഈ അപ്പാർട്ട്മെന്റുകൾ സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ ഇവിടെ ഇരുന്ന എംബസിയിലെ ജീവനക്കാരെയും അവിടെ എത്തുന്ന സന്ദർശകരെയും സസൂക്ഷ്മം നിരീക്ഷിക്കാൻ കഴിയുമെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ചിത്രീകരിക്കാനും ഒരുപക്ഷെ വേണമെങ്കിൽ കെട്ടിടത്തിന് പുറത്തു നടക്കുന്ന സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുവാനും വരെ സാധിക്കുമെന്നും ഇവർ പറഞ്ഞു. എംബസിയുമായുള്ള അകലം കുറവായതിനാൽ ലേസറിന്റെ സഹായത്തോടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കെട്ടിടത്തിനകത്തുള്ള സംഭാഷണങ്ങൾ ഒരു പരിധിവരെ ചോർത്താനും സാധിക്കും. എന്തിനധികം ഇന്റർനെറ്റ് ഹാക്ക് ചെയ്യാൻ വരെ കഴിയുമെന്നാണ് സുരക്ഷാ വിദഗ്ധർ പറയുന്നത്. ഏറെ വിശ്വസ്തനും കുടുംബ സുഹൃത്തും ഇറാനിയൻ നവകോടീശ്വരനുമായ അലി അൻസാരി എന്ന വ്യക്തിയുടെ പേരിലാണ് ഖമനേയി ഈ അപ്പാർട്ട്മെന്റുകൾ വാങ്ങിയിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ ഖമനേയിയെയും കുടുംബത്തെയും അതീവ ലളിതമായി ജീവിക്കുന്നവരാണ് എന്നായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇസ്ലാം മതവിശ്വാസത്തിന്റെയും വിപ്ലവ മൂല്യങ്ങളുടെയും ഭാഗമായി പാവപ്പെട്ടവർക്കൊപ്പം നിൽക്കുന്നു എന്ന ഒരു പ്രതിച്ഛായയാണ് ഇവർക്കെല്ലാം ഉള്ളത്. എന്നാൽ പുറത്തുവരുന്ന ഈ വാർത്തകൾ ഇറാന്റെ ഔദ്യോഗിക നിലപാടുകൾക്ക് കടകവിരുദ്ധമാണ്. വിദേശത്തുള്ള ഈ ആഡംബര സൗകര്യങ്ങൾ കുടുംബം ഉപയോഗിക്കുന്നതിന് നേരിട്ടുള്ള തെളിവുകളൊന്നും ഇതുവരെ വന്നില്ല. പക്ഷേ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഈ വൻ സമ്പത്ത് ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. മലയാളി വാർത്ത ഇൻസൈറ്റ്.